കേരളത്തിൽ പഴയ UDF 10 കൊല്ലം മുമ്പുള്ള കാലത്തെ ഇരുട്ട് തിരിച്ചു വരികയാണ്. ഫുട്ബോൾ മത്സരം നടന്നുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ആവശ്യത്തിന് വൈദ്യുതി ലഭിക്കാത്ത സാഹചര്യം, അതിന് ഉറപ്പുണ്ടാക്കാൻ കഴിയാത്ത സാഹചര്യം, അതാണ് നമ്മളിപ്പോഴും വീണ്ടും പവർ കട്ടിലേക്കും ലോഡ് ഷെഡിലേക്കും തിരിച്ചു പോകുന്നതിൻ്റെ കാഴ്ച കാണാൻ കഴിയുന്നത്. ആസൂത്രണത്തിലെ ഈ പിഴവ് പരിഹരിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് കേരളത്തെ ഇരുട്ടിലേക്ക് ആഴ്ത്തുന്നതിനിടയാക്കിയത് എന്ന് നമുക്ക് അറിയാം. കേരളത്തിൽ മറ്റൊരു സംസ്ഥാനത്തിലും ഇല്ലാത്ത രീതിയിൽ ഏതാണ്ട് 31.39 ലക്ഷം സ്ത്രീകൾക്ക് 35 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ളവർക്ക് 1000 രൂപ സ്ത്രീ സുരക്ഷയുടെ ഭാഗമായിട്ട് പെൻഷൻ പദ്ധതി ഗവൺമെന്റ് അംഗീകരിച്ച് നടപ്പിലാക്കിയതാണ്. ഇപ്പോൾ 16.5 ലക്ഷത്തോളം വീട്ടമ്മമാർക്ക് ഈ ആനുകൂല്യം ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ളവർ ഈ ആനുകൂല്യത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരാണ്. സ്ത്രീ സുരക്ഷാ പെൻഷന്റെ ഗുണഭോക്താക്കളെ നിശ്ചയിച്ചത് CPIM എഴുതി കൊടുത്ത ലിസ്റ്റ് അനുസരിച്ചാണ് എന്നാണ് മുഖ്യമന്ത്രി VD സതീശൻ ഇന്നലെ സഭയിൽ പറഞ്ഞത്. സുതാര്യവും അത്യാധുനികവുമായ ഡിജിറ്റൽ സംവിധാനത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് K-സ്മാർട്ട് പോർട്ടൽ വഴി ഓൺലൈനായിട്ട് മാത്രം ഈ സ്ത്രീ സുരക്ഷാ പദ്ധതിക്ക് അവർക്ക് അപേക്ഷിക്കാൻ തന്നെ കഴിയുന്നത്. സ്ത്രീ സുരക്ഷാ പദ്ധതിയിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഇടപെടാൻ കഴിയാത്ത വിധത്തിലുള്ള സുതാര്യതയാണ് ഉറപ്പുവരുത്തിയിരുന്നത്. ഇത് മനസ്സിലാക്കാൻ ശ്രമിക്കാതെ മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞത് CPIM എഴുതി കൊടുത്ത ലിസ്റ്റ് അനുസരിച്ച് സ്ത്രീ സുരക്ഷാ പെൻഷൻ അനുവദിക്കുന്ന നിലയുണ്ടായി എന്നാണ്. അസംബന്ധം പറയുന്ന നിലയിലേക്ക് മുഖ്യമന്ത്രി തരം താഴാൻ പാടില്ല. നിയമസഭയെയും കേരള ജനതയെയും കബളിപ്പിക്കുകയും RSSനെ സുഖിപ്പിക്കുകയും ചെയ്യുന്ന നിലപാടുകളുമായാണ് UDF സർക്കാർ മുന്നോട്ടേക്ക് പോകുന്നത്. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നൽകിയത് വഴിയുള്ള ഡീൽ എന്ത് കിട്ടി എന്ന കാര്യം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉയർന്ന ചോദ്യത്തിന്റെ ഒപ്പം അവരെ വെള്ളപൂശുന്നതിന് വേണ്ടി നടക്കുന്ന മാധ്യമ ശ്രമം, മാധ്യമങ്ങൾ എങ്ങനെയാണ് ഇപ്പോൾ അല്ല വളരെ പ്രധാനപ്പെട്ട ചില മാധ്യമങ്ങൾ ഈ അഴിമതിയുടെയും കെടുകാര്യസ്ഥയുടെയും സ്വജനപക്ഷപാതത്തിന്റെയും വിസ്മയങ്ങൾ ഓരോ ദിവസവും ഒരുക്കുന്ന UDF സർക്കാരിനെ ഏത് വിധേയയും വെള്ളപൂശാനാണ് ഒരു വിഭാഗം മാധ്യമങ്ങൾ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു മദ്യ കമ്പനിക്കും LDF സർക്കാർ നികുതി ഇളവ് നൽകിയിട്ടില്ല. അതെല്ലാവർക്കും വളരെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണ്. കാർഷിക വിളകളുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നമെന്ന നിലയിൽ പഴങ്ങളിൽ നിന്ന് വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കാൻ LDF സർക്കാർ അന്ന് തീരുമാനിച്ചിരുന്നു. കർഷകർക്ക് മികച്ച വരുമാനം കൂടി ലക്ഷ്യമിട്ടുകൊണ്ടായിരുന്നു ആ ഒരു നിലപാട്. എന്നാൽ വീര്യം കുറഞ്ഞ സ്പിരിറ്റ് കലക്കി കൊടുക്കാൻ തീരുമാനിച്ചു എന്ന രീതിയിൽ യാതൊരു ലജ്ജയുമില്ലാതെ നിഷ്പക്ഷ മാധ്യമ പ്രവർത്തനം എന്ന് പറഞ്ഞുകൊണ്ട് ചില മാധ്യമങ്ങൾ തരംതാണ രീതിയിലുള്ള ദൗർഭാഗ്യകരമായ പ്രചരണമാണ് ഇക്കാര്യത്തിൽ നടത്തിയിട്ടുള്ളത്.